2024-25 അധ്യയന വർഷത്തെ ട്യൂഷൻ ഫീസ് 5.2% വരെ വർദ്ധിപ്പിക്കാനാണ് ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അനുമതി നൽകിയത്. അതോറിറ്റിയുടെ വാർഷിക പരിശോധനാ റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഫീസ് വർദ്ധിപ്പിക്കാവുന്നത്. റേറ്റിംഗ് കുറഞ്ഞ സ്കൂളുകൾക്ക് ഫീസ് വർധനയ്ക്ക് അപേക്ഷിക്കാൻ അനുമതിയില്ല. ഏറ്റവും മികച്ചത്, നല്ലത്, തൃപ്തികരം എന്നിങ്ങനെ തരം തിരിച്ചാണ് ഫീസ് വർധന. ഏറ്റവും മികച്ച റേറ്റിംഗ് സ്വന്തമാക്കിയ സ്കൂളുകൾക്ക് 5.2% വരെ ഫീസ് കൂട്ടാം. നല്ലത് എന്ന റേറ്റിംഗിൽ നിന്നും വളരെ നല്ലത് എന്ന നിലയിലെത്തിയ സ്കൂളുകൾക്ക് പരമാവധി 4.55% വരെയും, വളരെ നല്ലത് എന്നതിൽ നിന്നും മികച്ചത് എന്ന റേറ്റിംഗ് നേടിയ സ്കൂളുകൾക്ക് 3.9% വരെയും ഫീസ് വർദ്ധിപ്പിക്കാം. പരിശോധനകളിലെ റേറ്റിംഗിൽ മാറ്റമില്ലാതെ തുടരുന്ന സ്കൂളുകൾക്ക് 2.6% വരെയാണ് ഫീസ് വർദ്ധിപ്പിക്കാൻ അനുമതിയുള്ളത്. കോവിഡിന് ശേഷം കഴിഞ്ഞ അധ്യയന വർഷമാണ് ട്യൂഷൻ ഫീസ് വർദ്ധിപ്പിക്കാൻ KSDA അനുമതി നൽകിയത്. 2020 മുതൽ 2023 വരെ സ്കൂൾ ഫീസ് വർധന അതോറിറ്റി തടഞ്ഞിരുന്നു. വിവിധ രാജ്യങ്ങളിലെ 17 പാഠ്യപദ്ധതികൾ തുടരുന്ന 220 സ്കൂളുകളിലായി 3,65,000 കുട്ടികളാണ് ദുബായിൽ പഠിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.